മഹാരാഷ്ട്രയിലെ പുണെയിൽ നവജാത ശിശുവിനെ ബസ്സിൽ നിന്ന് പുറത്തേക്കെറിഞ്ഞ് കൊലപ്പെടുത്തി. സ്ലീപ്പർ ബസ്സിലായിരുന്നു ഈ പ്രസവം ഉണ്ടായത്. ജനിച്ച ഉടനെ പൊതിയിലാക്കി പുറത്തേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഞെട്ടിക്കുന്ന സംഭവമാണ്. എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് ശ്രീനാഥ്? ഇന്നലെ പുലർച്ചെ നടന്ന സംഭവമാണിത്. പൂനെയിൽ നിന്ന് പർഭണിയിലേക്ക് പോവുകയായിരുന്ന ഒരു ലക്ഷറി ബസ്, ഒരു സ്ലീപ്പർ ബസ്, ഈ ബസ്സിൽ നിന്നാണ് കുഞ്ഞിനെ പുറത്തേക്ക് എറിയുന്നത്. പിന്നാലെ കുഞ്ഞ് മരിക്കുകയും ചെയ്തു. ഈ ബസ്സിന് പുറകെ വന്ന ആളാണ് ഒരു പൊതി ബസ്സിൽ നിന്ന് വീണതായി കാണുന്നത്. പിന്നീട് ആ പൊതി പരിശോധിച്ചപ്പോഴാണ് അതൊരു ആൺകുഞ്ഞാണ് എന്ന് മനസ്സിലാവുകയും ചെയ്തത്. പിന്നാലെ പോലീസിന് വിവരം അറിയിച്ചു. പോലീസ് ഈ ബസ്സിന് പുറകെ വന്ന് ബസ് തടഞ്ഞു നിർത്തി പരിശോധന നടത്തിയപ്പോഴാണ് ബസ്സിനുള്ളിൽ ഒരു പ്രസവം നടന്നു എന്നുള്ള വിവരം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഋതിക ധേരെ എന്ന 19-കാരിയാണ് ഒരു ആൺകുഞ്ഞിന് ബസ്സിനകത്ത് വെച്ച് ജന്മം നൽകിയത്. അൽതാഫ് ഷെയ്ഖ് എന്നൊരു യുവാവും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. ഇവർ ഭർത്താവ് എന്നതാണ് അവകാശപ്പെടുന്നത്. പക്ഷേ വിവാഹം സ്ഥിരീകരിക്കുന്ന തരത്തിൽ എന്തെങ്കിലും രേഖ അവർക്ക് ആ സമയം ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലേക്ക് എടുത്തു. അമ്മയ്ക്ക് പ്രസവം കഴിഞ്ഞതിനാൽ പിന്നീട് ചികിത്സ നൽകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ആശുപത്രിയിലേക്ക് അവരെ മാറ്റിയിട്ടുണ്ട്. ഈ അൽതാഫ് പോലീസ് കസ്റ്റഡിയിലും ആണ് ഇപ്പോൾ ഉള്ളത്. ഇവർ പൂനെയിൽ കഴിഞ്ഞ 1.5 വർഷക്കാലത്തോളം ഒരുമിച്ച് ജീവിക്കുകയാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് പർഭണി, അവരുടെ സ്വദേശം പർഭണിയാണ്. അവിടേക്കുള്ള യാത്രാ മധ്യയാണ് ഈ സംഭവം നടക്കുന്നത്. ഉന്മേഷ്. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.